Hello guys, welcome back to Break the Limits with Grace and Ami. Yes. അപ്പോൾ നമ്മൾ എന്തോ ഒരു ചാലഞ്ച് ചെയ്യാൻ പോവാട്ടോ. നല്ല സ്പൈസി നൂഡിൽസ് ചാലഞ്ച് ആണ്. ഇതേ കണ്ടോ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ സ്പൈസി നൂഡിൽസ് ആണ്. പിന്നെ അതിന്റെ കൂടെ കുറച്ച് മുട്ട എടുത്ത് ഓംലേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നൂഡിൽസ് മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഈ ലേസ് നല്ല എരിവുള്ള ലേസ് ആണെന്നൊക്കെ പറഞ്ഞു. പുതിയതറിയാന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ കൂടെ ഞങ്ങൾ ഇട്ടേക്കുവാണ്. അപ്പൊ ഇതിന്റെ റൂൾസ് എന്താന്ന് വെച്ചാല് ഈ സ്പൈസി നൂഡിൽസ് ഫുള്ള് കഴിച്ച് കംപ്ലീറ്റ് ആക്കിയവർക്ക് മാത്രമേ ദണ്ട് ഈ ഐസ്ക്രീമും പിന്നെ ഈ കോൾഡ് ബൂസ്റ്റും കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ചില്ലായിട്ടുള്ളതാണ്. ഞങ്ങള് ഒരു ഹോസ്പിറ്റലില് ഇത് വാർഡൊക്കെ ബുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. വാർഡല്ലേ റൂമല്ലേ? വാർഡും ബുക്ക് ചെയ്യാൻ റൂമും ബുക്ക് ചെയ്യാം. കായല് വെള്ളമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് എന്തിനാണ് ഇത് അമ്മ തന്നെ കഴിച്ചിട്ടുണ്ടല്ലേ എഴുവാന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണോ? ഞങ്ങൾ ആ ഉണ്ടാക്കി നോക്കുമ്പോ കഴിച്ചു കേട്ടോ. പേര് ഒരു അതിന്റെ ഇടയിൽ ഇട്ടു. അത് അതിലേറെ എഴുവാ. അതാരും കഴിച്ചു നോക്കിയാലോ? ഞാൻ കഴിച്ചതായിരുന്നു. പൊട്ടിച്ചു അമ്മോ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ അതുണ്ട്. അങ്ങട്ടെ കുറച്ചുകൂടി വെള്ളം വെള്ളം പോലും ഇല്ല. അതെ ദൈവം കാത്തണം. എരിയുന്നില്ല പിന്നല്ലേ? ചിരിക്കാൻ വയ്യ. തെരുവ് പോവും. കൊട്ടിരിക്കാം. ഏതാ വായിക്കോട്ടിരിക്കാം പോരെ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഉടായിപ്പോഴല്ല. അതെ, ഞങ്ങൾ ഫിൽറ്റർ ഇട്ട് വീഡിയോ എടുത്തതാ. ലാസ്റ്റ് ചിറ്റിപ്പോയി. അപ്പൊ ഇതാണ് യഥാർത്ഥ. അതൊന്നും പറയണ്ട. ക്യാമറ ഒന്ന് ഓഫായി പോയി. ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ കഴിച്ചു തുടങ്ങിയ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. കണ്ണീന്ന് വെള്ളമൊക്കെ വരും. എന്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഇത് കഴിച്ചു തീർത്തിട്ട് നീ കഷ്ടപ്പെട്ട് കഴിക്കുമ്പോ എനിക്ക് ആ ജ്യൂസ് കുടിക്കണം. ഇതൊക്കെ തിന്നണം. ദൈവമേ, മുട്ടക്കയിലും കുറച്ച് ഉപ്പിട്ട് വരുന്നല്ലോ ദൂഷ്ടി. നൂഡിൽസിന് മുട്ടയിൽ ഉപ്പിടൂല. എന്റെ നൂഡിൽസിന് മുട്ടയിൽ അങ്ങനെ. മുട്ടക്കകത്ത് കുറച്ചുകൂടി ഒരു കുരുമുളക് എടുത്തിടായിരുന്നു. സാധാരണ ഞാൻ സ്പൈസ് ഒന്നും കഴിക്കാത്താണ്. കരയണോ ചിരിക്കണമെന്ന് അറിയാത്ത അവസ്ഥയാണ് കഴിച്ചു. ഇത്ര സ്പൈസി ഞാൻ വിചാരിച്ചില്ല. നമ്മളെന്നെ ഇതാണെങ്കിൽ ഉള്ള എല്ലാം കൊണ്ട് ഞാൻ നല്ല കളറും കൂടെ കിട്ടണ്ടേ. എന്നാലും ഒരു നമുക്ക് മനസ്സിലാവണ കളർ വേണ്ടേ. ഞാൻ നന്നായിട്ട് മുളക് പൊടി ഇട്ടു. ഇവിടുത്തെ മുളക് പൊടിക്കാണ് ഒരു കൂടുതലാ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന്റെ ഒരുപാട് പുളിന്റെ ടേസ്റ്റും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് തിന്നണേ. അവസാനം കുറച്ചേ ഉള്ളൂ. ഞാൻ കൊറേ എണ്ണി ഇട്ടതാ. അതെങ്ങനെ ഇരിക്കുന്നിട്ടാ. കുറച്ച് വെള്ളം. സ്നേഹം വേണം, സ്നേഹം. എനിക്ക് സ്നേഹം തീരെയില്ല. മുട്ട തീർന്നാൽ കഴിഞ്ഞു. മുട്ട എല്ലാവരും ഇതെങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും നൂഡിൽസ് എന്താ ഒരു ഉപ്മാവ് കഴിക്കുന്നവരെ കഴിക്കുന്നത്. സംഭവം വെള്ളം കൂടിപ്പോയതാ. നല്ല ടേസ്റ്റ് ഉണ്ട്. വേണോ? കണ്ണിന്നൊക്കെ വെള്ളം വരുന്നു. എന്റെ ആഗ്രഹം ഇതുവരെ കഴിച്ചു തീർത്തിട്ട് ആ ജ്യൂസ് എടുത്തിട്ട് ഇവിടെ കൊതിപ്പിക്കണം. പക്ഷെ നടക്കുന്നില്ല. അയ്യോ, അതിന്റെ ഇടയിൽ വൃത്തിയത്തെ ലേസ്. ഒരു ലേസ് തരട്ടെ. കഴിച്ചു നോക്ക്. ഒരെണ്ണം കഴിച്ചു നോക്ക്. അത് കുഴപ്പമില്ല. അത് ഞങ്ങള് പറയാ. ഒളിഞ്ഞു വന്ന് പേടിപ്പിക്കാൻ വേണ്ടിട്ട്. നിന്റെ തീർന്നോ? ഇവളൊക്കെ കുറഞ്ഞ പോലെ ഇല്ലേ? പക്ഷെ കൂടുതലുണ്ട്. ഞാനത് കറക്റ്റ് ആ സ്പൂണില് എണ്ണി ഇട്ടേക്കുവാ. നെഞ്ചൊക്കെ പോകെ, വയറൊക്കെ പോകെ. കഴിക്കേ
അപ്പൊ ജോഡോ ചിപ്പൊക്കെ തിന്നാലുള്ള അവസ്ഥ. എന്തോ പെരുക്കുണ്ട്. ആ. ഇല്ല അങ്ങനെ വരൂല. അത്ര സീനുണ്ടോ? തോറ്റോ? തോക്കൂല. തീരെ പറ്റുന്നില്ലെങ്കിൽ ഒഴിവായിക്കോ. സമയം വെക്കണമായിരുന്നു. സമയം വെച്ചാൽ നടക്കൂല. വേഗം തീർത്താ അത് കുടിക്കാം. അയ്യോ തീരും തോന്നില്ല. ഇവിടെ തീരാനായ പോലെ. ഇതുണ്ട് ഈ മുട്ടേന്റെ ഇതിലാണ്ടോ ഇവിടെ ഉണ്ടോ? എന്നാലും കുറവാ. ഞാൻ കറച്ച് എണ്ണ ഇട്ടേക്കുന്നു. വേണോ? കൊതുക് എനിക്ക് തിന്നണം. വരുന്നു. ഞാൻ കാണാത്ത ലോകത്ത് ഞാൻ എരിവിട്ട്. അതുകൊണ്ട് ഒരു ദാക്ഷിണ്യം കാണിച്ചിട്ട് ഞാൻ വിചാരിച്ചില്ല ഇത്ര എരിവുണ്ടാവുന്നു. ഞാൻ എന്നെ ഓർത്തില്ല, ഇവളെ മാത്രമേ ഓർത്തുള്ളൂ എരിവിടുമ്പോ. ഇത് ഞങ്ങൾ അവിടെ നോക്കി സംസാരിച്ചത് അമ്മ ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ടാട്ടോ. ഞങ്ങൾ ജീവനോടെ ഉണ്ടോന്ന് അറിയാൻ വന്നു. എന്തേലും പറ്റിണ്ടെന്ന് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അതെ, വണ്ടിയൊക്കെ റെഡിയാണ് കേട്ടോ. എന്തെങ്കിലും പ്രോബ്ലം പറ്റിയാൽ നേരെ ഹോസ്പിറ്റലിലേക്കാണ്. അത്രയ്ക്ക് മുളക് വാരി ഇട്ടിട്ടുണ്ട് കൈ. പിന്നെ ഞാനിപ്പോ കരയും. കരയോ? ലേസൊക്കെ പിള്ളേർ വാങ്ങി കഴിക്കുന്നുണ്ടാവൂലേ? ഞാനൊരു ട്രിക്ക് പറയട്ടെ. നമുക്ക് ദേഷ്യമുള്ള ഒരാളെ ആരോടും ദേഷ്യമില്ല. എന്താ ചെയ്യാ? അപ്പൊ എന്നോട് ദേഷ്യമുണ്ടോ? ഇത്ര ഞാൻ വിചാരിച്ചില്ല. വയറൊക്കെ നടോ? മറ്റു ചുണ്ടൊക്കെ എരിയുന്നുണ്ട്. ആദ്യം ചുണ്ടൊക്കെ മരവിച്ചു. ഞാൻ സാധാരണ ഈ സ്പൈസി ഒന്നും കഴിക്കാത്തതാണ്. ഈ ആമി എന്നെ നിർബന്ധിച്ച് സ്കിപ്പ് ചെയ്യാന്ന് വിചാരിക്കരുത് കേട്ടോ. മുഴുവൻ തീർത്താലേ ഒരു ഗ്ലാസ് വെള്ളം തരുള്ളൂ. അതെന്നാ ഹോസ്പിറ്റൽ കൊണ്ടുപോയിക്കോളാം. ഓക്കെ. അടുത്ത ആഴ്ച എനിക്ക് സമണം. മറ്റന്നാള് മറ്റന്നാള് എനിക്ക് ചെയ്യുന്നൊന്നുമില്ല. അത് ഞാനിത് ഫുള്ള് കഴിച്ചോളാം എന്ന് വെച്ച് പണി കിട്ടി എക്സാം എഴുതണ്ടേ. എന്നൊക്കെ നടക്കും. എന്നാലും ഇവര് കൊണ്ട് ചേർക്കരുത്. പറ്റുന്നില്ല. ആക്രാന്തം കാണിച്ച് മൊത്തം തലി കയറ്റണമെന്നുണ്ട്. ഈ എരിവും നല്ല ചൂടും. ആഹാ എന്താ തണുത്ത വെള്ളം അവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ തണുപ്പ് പോവും. അതാണ് ഇനി എന്റെ ചുണ്ടിനൊന്നും മുട്ടിച്ചൂടാ. ഒരിടയ്ക്ക് നൂഡിൽസ് വെന്ത് കുഴഞ്ഞാൽ നന്നായി. ഇല്ലെങ്കിൽ തൂങ്ങൂലേ? കണ്ണിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ടല്ലോ. കുളിരായിരുന്നു എനിക്ക്. തണുത്ത് കിടക്കുന്ന പണിയാവോ? അല്ല, നിങ്ങൾ തോപ്പിച്ചിട്ട് കാര്യം. നീ കാണാതിരിക്കാൻ ഞാൻ വേഗം തീർക്കാം. നീ കണ്ട നീ സ്പീഡാക്കൂ. ഞാനായി എന്റെ പ്ലേറ്റ് കാണിച്ച് കണ്ടോ? എനിക്ക് വോമിറ്റും ചെയ്യാനൊക്കെ വരുന്നു. ഞാൻ തിന്നു കഴിഞ്ഞാൽ നിർത്തരുത് കേട്ടോ. ഒരു തുള്ളി വായി വെക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ചാലഞ്ച് കണ്ടുപിടിച്ചേ. ഷൈമ ടീച്ചർ വീണ്ടും വരുന്നുണ്ട്. തുറന്നോട്. അത് ഞാൻ തിന്നാതിരിക്കണമെങ്കിൽ സ്നേഹം കൊണ്ടല്ല എരിഞ്ഞിട്ടാ. എന്ത് മുളക് പൊടി അവിടുത്തെ ലാലും പിടിച്ച് മോഴിക്കാറിന്റെ തുള്ളി ഇട്ടാൽ മതി, നല്ല എരിവുണ്ടാവും. പരസ്യം കൊടുത്തോളൂ. അതെ, ഓസിക്ക് പരസ്യം.
അമ്മേ അയ്യോ അയ്യോ ലേസൊക്കെ തിന്നോ? എനിക്ക് തല ഇറങ്ങും. എനിക്ക് മനം പറയുന്നു, എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി. എന്റെ തീരാനായില്ലേ? കുറുങ്ങിയിരിക്കുന്നു ഇപ്പോ. നാവൊക്കെ തിരിക്കും, തല ഇറങ്ങും. ഇതിനെ കിടത്തിട്ട് ഇങ്ങനെ കിടന്നു ഉറക്കോ? ഇത്ര വരെയാന്ന് വിചാരിച്ചിട്ടില്ല. എത്ര അതും ചൂടുണ്ടേ. ചൂടോടെ ശരിക്കും ചൂടോടെ ആണെങ്കിൽ നിങ്ങൾ മഴ ചൂടുണ്ട്. എടുത്തപ്പോ തന്നെ ഞങ്ങള് പ്ലേറ്റിനകത്ത് എടുത്ത് തിന്നില്ലേ. ചൂട് കൂടുമ്പോ എരിവൊന്നും കൂടുമല്ലോ. ആ എരിഞ്ഞ എങ്ങനെയൊക്കെ സംഭവിക്കോ? ഇപ്പൊ മനസ്സിലായല്ലോ. എന്റെ ഒടുക്കത്തെ ഞാൻ വാരടിച്ചിട്ട് ഇത് കഴിക്കണം. ഇങ്ങനെ എന്ത് പറ്റുന്നില്ല, കഴിക്കണമെന്നുണ്ട്. എന്നിട്ട് നമ്മൾ പാത്രം കൂടി നിർത്തിയില്ല. തുടങ്ങിയോ? ആ പനി വന്നപ്പോ ഞാൻ പാനം നിന്നിട്ട് കൊടുത്താണ്. ഇപ്പം ഭയങ്കര ഇതുണ്ടായി. ഇതൊക്കെ കാണിക്കാം വീഡിയോയില്. നീ കുറച്ച് ബാക്കോട്ട് ഇരുന്നേ. കോമഡി. ഇത് വർക്കൗട്ടോ? ഇവിടെ തീർന്നു. ഇല്ല തീർന്നില്ല. അയ്യോ നിനക്കല്ലേ പറ്റാനേ? ഞങ്ങൾ കട്ടക്ക് വാശിയുണ്ട്. പിന്നെ സക്സസ്ഫുൾ. എന്താ വേണ്ട? ആരും മൂത്ത്. അയ്യോ കൈ ഉറക്കുന്നില്ല. ഞാൻ വേറൊരു ചാലഞ്ച് തരട്ടെ. എന്താ? ഒന്നും കുടിക്കണ്ട ഇവിടെ നിൽക്ക്. ഒരു 10 സെക്കൻഡ് ഛർദിക്കും ഞാൻ. ആരത് ഫസ്റ്റ് ഓടിക്കുന്നവരോട്ട്. വേണ്ട ആവില്ല. ചുണ്ടൊക്കെ എല്ലാം കൂടെ പോരും. അങ്ങോട്ട് മാറ്റി വെക്കുന്നത് കാണുമ്പോൾ തന്നെ ഛർദിക്കും. കഴിഞ്ഞോട്ടോ. ഫിനിഷ്. അമ്മേ എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. വേഗം വണ്ടി എടുത്തോ. മൊത്തം കുടിക്കാൻ ഛർദിക്കും കേട്ടോ. പതുക്കെ പതുക്കെ കുടിച്ചോ. ഇതൊക്കെ എവിടെ പോകുന്നേ? Okay guys, see you. Ta-ta. Ta-ta. Good night. Good night.